പഠിക്കുവാണോ? അല്ല. ജോലിയുണ്ടോ? ചെറിയൊരു ജോലിയുണ്ട്. പിന്നെ കല്യാണം കഴിച്ചതാണോ? അല്ലല്ലല്ല. ഈ കാറ്റഗറി ഓഫ് ആൾക്കാർ കുറെ പേരെന്നെ കേൾക്കുന്നുണ്ടെന്ന് അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ ട്രോൾസിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം 90s കിഡ്സ്. 90s കിഡ്സ് മാത്രമല്ല കേട്ടോ, 2000, 2001, 2 ആ 2Kയുടെ ഒരു ആദ്യത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും കൂടി എത്തിപ്പെടും. എന്ന് വെച്ചാൽ നമ്മുടെ കോളേജിലും സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് ചിരിക്കാനും കളിക്കാനും നമ്മുടെ എല്ലാ തള്ളികൊള്ളും തരത്തിലും നമ്മുടെ കൂടെ നിൽക്കാൻ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ നാട്ടിലുള്ളവരുടെ അവസ്ഥ ഇപ്പം കുറേ പേര് വിദേശത്തുള്ളവരുടെ അവസ്ഥയോ അവരുടെ കുറേ കൂട്ടുകാർ നാട്ടില്ല. പിന്നെ നമുക്ക് എല്ലാ പേരൻസിനോട് പോയി ഇപ്പം പറയാൻ പറ്റത്തില്ല. നമ്മുടെ സ്കൂളും കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണെങ്കിൽ നമുക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഓടിച്ചൊന്ന് അപ്പ അമ്മ എന്ന് പറഞ്ഞ് ചെന്ന് ചോദിക്കാമായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ നമ്മുടെ കുറേ സങ്കടങ്ങൾ അവരോട് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം അവർ വിഷമിക്കും, അവർക്കും പ്രായമായി. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവരോടും പറയാൻ പറ്റത്തില്ല. കല്യാണം കഴിച്ചവർക്കാണ് ഒരു ഗുണമുണ്ട്, പാർട്ട്ണറോട് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. എല്ലാവരുടെയും കാര്യമല്ല, എന്നാലും ഒരു 90% ആൾക്കാർക്കും അവരുടെ പ്രശ്നങ്ങൾ, സന്തോഷങ്ങൾ, സങ്കടങ്ങൾ എല്ലാം പാർട്ട്ണറോട് ഷെയർ ചെയ്യാം. പക്ഷേ ഇതിനിടയിലുള്ള ഞാൻ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പോയി പറയാൻ ഒരു സ്പേസ് കാണത്തില്ല എന്നല്ല, അങ്ങനെ ചിലപ്പോൾ ആൾ പോലും കാണത്തില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ നമ്മുടെ കൺട്രോൾ അങ്ങ് പോകും. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എടാ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയിട്ട് ലൈഫ് അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് ചോദിച്ചിട്ട് ചിന്തിച്ചു പോകുന്ന അവസരങ്ങൾ വരെ ഉണ്ടെന്ന്. അങ്ങനെയുള്ളവർ കുറേ പേരെന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ദൈവത്തിൻ്റെ ലിറ്ററലി മറ്റേ വെള്ളമുടുപ്പൊക്കെ ഒന്ന് ഇട്ട് തേജസ്സൊക്കെ ധരിച്ച് വരാനൊന്നും പറ്റത്തില്ല. അങ്ങനെ സിറ്റുവേഷൻസിൽ ചില മനുഷ്യരിൽ കൂടെ ചിലപ്പോൾ നമ്മൾ അറിയാവുന്നവരായിരിക്കും, അറിയാത്തവരായിരിക്കും, ചിലപ്പം ഒരു പാട്ടിൻ്റെ വരിയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചർച്ചയിൽ പോയിരിക്കുമ്പോൾ പാസ്റ്റങ്ങൾ സംസാരിക്കുന്ന ഒരു വാക്യം അല്ലെങ്കിൽ ഒരു വാക്കായിരിക്കും. ഇതിൽ കൂടെയൊക്കെ നമ്മളെ മുന്നോട്ട് ഇങ്ങനെ പുഷ് ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ആ ഒരു വേർഡായിരിക്കും ചിലപ്പം നമ്മൾ ലൈഫ് തീർന്നു ഇനി ഇല്ല എന്നൊക്കെ തോന്നുന്ന സിറ്റുവേഷനിൽ ലിറ്ററലി ദൈവം ഇറങ്ങി വന്നില്ലെങ്കിലും ദൈവത്തിന് പലതിൽ കൂടി നമ്മളോട് സംസാരിക്കാൻ പറ്റും. അങ്ങനെ ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ പലരും ഇന്ന് ജീവനോടെ ഉള്ളത്. അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന്, നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മളിപ്പം കാണാൻ പറ്റുന്നത്, നമ്മളിപ്പോൾ ജീവനോടെ ഉള്ളത്, അല്ലെങ്കിൽ നന്നായിട്ട് മുന്നോട്ട് പോകുന്നത് ആ ഒരു ദൈവം നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. ദൈവം നമ്മളോട് ആക്ച്വലി സ്നേഹമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരാളെ കൂടെ നമ്മളോട് സംസാരിക്കുന്ന ഒരു വരിയിൽ കൂടെ, ഒരു വാക്കിൽ കൂടെ പോലും ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അത് ജീവനുള്ളതോ ജീവനില്ലാത്തതായ വസ്തുക്കളിൽ പോലും ദൈവം നമ്മളോട് സംസാരിക്കാറുണ്ട്. സോ ഡോണ്ട് വറി, ഗോഡ് ഇസ് വിത്ത് യു. അത് ദൈവത്തിന് ലിറ്ററലി നമ്മളോട് വന്ന് ഇറങ്ങി സംസാരിക്കാൻ പറ്റത്തില്ല. ദൈവം സംസാരിക്കുന്നത് മനുഷ്യരിൽ കൂടിയായിരിക്കും, പക്ഷിമൃഗാദികളിൽ കൂടിയായിരിക്കും, അല്ലെങ്കിൽ ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു പാട്ട്, ഒരു വാക്യം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. സോ അത് മനസ്സിലാക്കി ലൈഫ് മുന്നോട്ട് പോവുക. ലൈഫ് ഈസ് ദിസ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് മുന്നിലൊരു നല്ല ദിവസമുണ്ട്. സോ ഗോഡ് ഇസ് വിത്ത് യു, ഡോണ്ട് വറി, എസ്പെഷ്യലി ടു 90s കിഡ്സ്. ഗോഡ് ബ്ലെസ് യു.